ശ്രീ ജേക്കബ് ജോർജ്, നാളെ UDF യോഗമുണ്ട്. വൈകിട്ട് 7 മണിക്കാണ് നിലമ്പൂരിൽ ചേരാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം അനുസരിച്ച് PV അൻവർ ഞാൻ നിലമ്പൂരിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് സമ്മർദ്ദം മുറുക്കുന്നുണ്ട്. പക്ഷേ ലീഗിന്റെ ഒരു മധ്യസ്ഥതയിൽ ഈ പ്രശ്നം തീരുവാനുള്ള സാധ്യത താങ്കൾ കാണുന്നില്ലേ? നാളെയോടുകൂടി അൻവറിന് UDFുമായി സഹകരിച്ച് പോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുമെന്ന്, അതോ മറിച്ചായിരിക്കുമോ സംഭവിക്കുക? എനിക്കിതിനകത്ത് രണ്ട് ചോദ്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, PV അൻവറിനെ ആർക്ക് വേണം, കോൺഗ്രസ്സിന് വേണോ എന്നുള്ള ഒരു ചോദ്യം. രണ്ടാമത്തെ കാര്യം, PV അൻവറിനെ ആർക്കാണ്, എന്താണ് പേടി എന്നുള്ളത്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് ഒരു വലിയ പ്രസക്തിയുണ്ട് ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ. കോൺഗ്രസ് ഒരു എല്ലാ വിഷയത്തിലും എന്ന പോലെ, എല്ലാ വിഷയത്തിലും എന്ന് തന്നെ പറയണം, ഒരു ഡിവൈഡഡ് ഹൗസാണ് ഇന്ന്. അതിനകത്ത് ഒരു ഐക്യത്തോടു കൂടിയുള്ള ഒരു ശബ്ദം ഉയരുന്നില്ല. അൻവറിൻ്റെ കാര്യത്തിലല്ല, നേരത്തെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ പോലും ഇങ്ങനെ പിടിവാശികളും അവകാശവാദങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് കോൺഗ്രസിൻ്റെ കുറച്ചു കാലമായിട്ടുള്ള ഒരു പ്രശ്നം. ആ പ്രശ്നത്തിൽ നിന്ന് കോൺഗ്രസ് ഇതുവരെ മുക്തമായിട്ടില്ല. അൻവർ ആണെങ്കിൽ ഞാൻ ഇപ്പം കെട്ടിക്കളയും പിടിച്ചു കളയും, കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുൾമുനയിൽ നിർത്താം, കത്തി കാട്ടി ഭീഷണിപ്പെടുന്ന ചിലരെ പോലെയാണ്. ഞാനിപ്പം നിന്നുകളെയും ഇപ്പം മഞ്ജുഷ പറഞ്ഞതുപോലെ എന്നും പറയുക, ഞാൻ നിന്നുകളെയും എന്ന് പറയുന്നതല്ലാതെ അൻവറിൻ്റെ ആ മണ്ഡലത്തിൻ്റെ അംഗപ്പുറത്തേക്ക് വലിയതായിട്ട് പിടിയൊന്നുമില്ല. കുറച്ചൊക്കെ ഉണ്ടാവും ആ പ്രദേശത്തൊക്കെ. അല്ലാതെ അൻവറിനെ അങ്ങനെ കോൺഗ്രസ് നേതാക്കളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ നേതാക്കളിൽ ചിലർ അൻവറിനെ പോയി കാണുന്നു, അൻവറിന് ഷെയ്ക്കാൻഡ് കൊടുക്കുന്നു. ലീഗും അങ്ങനെയാണ്. ലീഗിന് അൻവർ കൂടിയേ തീരൂ എന്നുള്ള ഒരു നിലപാടാണ്. കാരണം അൻവർ ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അത് ഇത്തവണ മാത്രമല്ല, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അങ്ങനെയാണ് എന്ന രീതിയിലാണ് ലീഗിന്റെ ഒരു നിലപാട്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ VD സതീശൻ കൃത്യമായ കാര്യം പറഞ്ഞു കഴിഞ്ഞു. മിനിയാന്നാണ് സതീശൻ കടുപ്പിച്ചു പറഞ്ഞത്. കാരണം അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു. മാത്രമല്ല UDFന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കയറി ഇടപെടാനും ശ്രമിച്ചു. അപ്പോൾ സതീശൻ കൃത്യമായിട്ട് പറഞ്ഞു, ആദ്യം അൻവർ പറയട്ടെ, ഞങ്ങളോടൊത്ത് സഹകരിക്കട്ടെ, എന്നിട്ട് ഞങ്ങളുടെ തീരുമാനം പറയാമെന്ന്. ഇന്നലെയും സതീശൻ ആ വാക്കിൽ നിന്ന് മാറിയിട്ടില്ല. ഇന്ന് വളരെ സൗമ്യമായിട്ട് സതീശൻ ഇക്കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. സതീശന്റെ വാക്കുകൾ കേൾക്കാം. സതീശൻ ഇന്ന് വൈകിട്ടാണ്. അൻവർ സതീശനെ വലിയ രീതിയിലാണ് വിമർശിച്ചത് ഇന്ന്. അതിനുശേഷം സതീശൻ സംസാരിച്ചിരുന്നു. സതീശന്റെ പ്രതികരണം കേൾക്കാം. രണ്ട് വാചകം ഏറ്റവും എളിമയോടെ വിനയത്തോടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കണമോ വേണ്ടയോ എന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കാൻ ഒരു തീരുമാനം അദ്ദേഹം പറഞ്ഞാൽ അപ്പോൾ UDFന്റെ അഭിപ്രായം അപ്പം പറയും. അന്നുള്ളൂ, ഇപ്പല്ല. ആദ്യം മുതൽ ഇത്രയല്ലാതെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഇവരാരെങ്കിലും പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു വാക്ക്, ഒരു വാചകം ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരാളും പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യമുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അത് പറയണ്ടേ. അത് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. ഇല്ലെങ്കിൽ അതും പറയില്ലായിരുന്നു. അതിനെക്കുറിച്ച് നോ കമന്റ്സ്. ഞാൻ ലീഡർഷിപ്പിലുള്ള ആളായതുകൊണ്ട് ഞാൻ നോ കമന്റ്സ്. ഞാൻ പറഞ്ഞല്ലേ, ഞാനൊന്നും അതിനെക്കുറിച്ച് പറയില്ല. അത് കുഞ്ഞാലി പറഞ്ഞല്ലോ. ഇനി നിങ്ങൾ വാർത്ത കൊടുക്കുമ്പോൾ എല്ലാം ഞങ്ങളെല്ലാം ഓരോ മിനിറ്റിലും ഓരോ കാര്യം, ഇത് മാത്രമല്ലല്ലോ തെരഞ്ഞെടുപ്പിൽ, ഈ വിഷയം മാത്രമല്ലല്ലോ, എല്ലാ കാര്യങ്ങളും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരസ്പരം കൂടിയാലോചന നടത്തി ഓരോ മണിക്കൂറിൽ ഇടപെട്ട് കാര്യങ്ങൾ എല്ലാം ഒരുമിച്ചാണ് എല്ലാവരോടും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത്. അപ്പൊ അങ്ങനെയൊന്നും ഒരു ഇതും ആരും അദ്ദേഹം പറഞ്ഞാൽ അതല്ലേ, അദ്ദേഹം UDFന്റെ പ്രമുഖനായ ഒരു നേതാവ് അത് പറഞ്ഞാൽ അതാണ് കറക്റ്റ്. BK കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് ഞങ്ങളെല്ലാവരും ആലോചിച്ചിട്ട് പറഞ്ഞൊരു കാര്യമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ. അത് തന്നെ എനിക്കാ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ളത് മാത്രം പിൻവലിക്കണം. അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞ പിൻവലിക്കുക വേണ്ട, അവിടെ കിടന്നോട്ടെ. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചോക്കെ. നിങ്ങൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പാവോട്ടാ പറയണേ? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുകയോ ഇല്ലയോ എന്ന് അദ്ദേഹം പറയണം.
മറ്റേത് മീൻ ലോറി പോലെ അവിടെ കിടന്നോട്ടല്ലേ? അതൊക്കെ അവിടെ കിടക്കട്ടെ. കറക്റ്റാണ്. അത് വളരെ സൗമ്യനായാണ് ഇന്ന് വി ഡി സതീശൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. മിനിയാന്ന് അങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹം കടുത്ത ഭാഷയിൽ തന്നെയാണ് മിനിയാന്ന് പറഞ്ഞത്. ഇന്നലെ ആയപ്പോൾ കുറച്ചുകൂടി മൃദുത്വമായിരുന്നു, ഇന്ന് വളരെ സൗമ്യമായിട്ട്. അല്ല, അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ആര്യാടൻ ഷൗക്കത്തിനെ ഇതുവരെ PV അൻവർ അംഗീകരിച്ചിട്ടില്ല. അത് മാത്രമല്ല, ആര്യാടൻ ഷൗക്കത്തിന് പിണറായിസത്തെ നേരിടാൻ കഴിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അൻവർ. അതായത് ആര്യാടൻ ഷൗക്കത്തിന് ജയിക്കാൻ കഴിയില്ല എന്നാണ് അൻവറിന്റെ വാക്കുകൾ. അത് മാത്രമല്ല, LDF-ഉമായി ചർച്ച നടത്തിയ ആളാണ് നിലമ്പൂരിൽ LDF സ്വതന്ത്രനായി മത്സരിക്കാൻ. ഇത് തനിക്ക് അറിയാമെന്നും അൻവർ പറയുകയാണ്. അത് പിൻവലിക്കാതെ എങ്ങനെയാണ് അൻവറിന് UDF-ഉമായി സഹകരിക്കാൻ കഴിയുക? എങ്ങനെ സഹകരിപ്പിക്കാൻ കഴിയും? കൃത്യമല്ലേ സതീശിന്റെ വാക്കുകൾ? ശരിയാണ് മഞ്ജുഷേ. ഇതിനകത്തെ ഒരു കത്രികപ്പൂട്ട് എന്നൊക്കെ പറഞ്ഞത് ശരിക്കും സതീശിൻ്റെ വാക്കുകൾ ഒരു വലിയ കത്രികപ്പൂട്ട് തന്നെയാണ്. പണ്ട് മണിച്ചിത്രത്താഴിട്ട് പൂട്ടും എന്നൊക്കെ പറഞ്ഞത് മാതിരി കൈത്രികപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുകയാണ് അൻവറിനെ. കാരണം അൻവർ പറഞ്ഞ വാക്കുകൾ അതെല്ലാം നമ്മുടെ ചാനലുകളിൽ ഇരിപ്പുണ്ടല്ലോ, വീഡിയോ ഇരിപ്പുണ്ടല്ലോ. ആ വാക്കുകൾ വെള്ളം തൊടാതെ പച്ചയ്ക്ക് വിഴുങ്ങാനാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിഴുങ്ങിയിട്ട് വാ, ആ കഷായമൊക്കെ കുടിച്ചിട്ട് വാ, എന്നിട്ട് നോക്കാം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ദുർഘട പ്രതിസന്ധിയാണ്. ഏറ്റവും വലിയ കത്രികപ്പൂട്ട് തന്നെയാണ്. ഒരു പക്ഷേ കേരള രാഷ്ട്രീയം ഇതുപോലൊരു കത്രികപ്പൂട്ട് കണ്ടിട്ടില്ല എന്ന് തന്നെ പറയണം. ഇന്ന് അൻവർ വി ഡി സതീശനെ വിമർശിക്കുകയാണ് ചെയ്തത്. അൻവർ പറയുന്നത് KC വേണുഗോപാൽ ഇന്നലെ ചർച്ച നടത്താൻ ഇരുന്നതാണ്. പക്ഷേ KC വേണുഗോപാലുമായി ചർച്ചയ്ക്കായി കോഴിക്കോട് പോയി അൻവറിന് കാത്തിരുന്ന് നിരാശനായി മടങ്ങേണ്ടി വന്നു. അതിന് കാരണം വി ഡി സതീശനാണെന്നാണ് PV അൻവർ പറയുന്നത്. KC നേരിട്ട് ചർച്ച നടത്തിയില്ല PV അൻവറുമായിട്ട്, രാത്രിയോടെ ഡൽഹിക്ക് മടങ്ങുകയും ചെയ്തു. അൻവർ പറയുന്നത് വി ഡി സതീശൻ UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കും ഞാൻ അൻവറിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ എന്ന് പറഞ്ഞ് KCയെ ഭീഷണിപ്പെടുത്തിയെന്നാണ്. അൻവറിന്റെ വാക്കുകൾ കേൾക്കാം, അത് കഴിഞ്ഞ് ചർച്ചയിലേക്ക് വരാം. മുന്നണി പ്രവേശനം സാധ്യതയുണ്ടോ? അല്ല, ഇവിടെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പ് PV അൻവറിനെ ഒതുക്കാനാണോ UDF ചെയർമാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല പിണറായി ഒതുക്കാനാണോ? അപ്പോൾ കേരളത്തിലെ ജനങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ആത്യന്തികമായ ലക്ഷ്യം PV അൻവറിനെ ഒതുക്കലാണോ അതോ പിണറായിയെ ഒതുക്കലാണോ? ഇത് വളരെ ക്ലിയർ അല്ലേ? PV അൻവറിനെ ഒതുക്കാനാണ് ഈ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നതെന്നുള്ളത്. ഈ കോലത്തിൽ അദ്ദേഹം ഒരു നിലപാടെടുക്കേണ്ട ഒരു പ്രശ്നങ്ങളും ഞങ്ങൾ തമ്മിലില്ല. അപ്പോൾ അതിന്റെ പിന്നിൽ ഒരു നിഗൂഢമായ എന്തോ ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. അതൊരു പക്ഷേ UDF ലീഡർഷിപ്പ് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ പറയുന്ന UDF ചെയർമാനുമായി ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അൻവറുമായി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ UDF ചെയർമാൻഷിപ്പ് ഞാൻ രാജിവെക്കും. വി ഡി സതീശൻ, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല, അതെനിക്ക് എന്റെ അഭിമാനക്ഷത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആരാണോ നിങ്ങൾ വന്ന് തെരഞ്ഞെടുപ്പ് നടത്തിക്കോ, ഞാൻ പറവൂരിലേക്ക് തിരിച്ചു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞത്. പിന്നെ KC എന്ത് ചെയ്യാൻ പറ്റും? KCക്ക് പരിധികളില്ലേ? അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ ആഗ്രഹം ഈ വിഷയം തീരണമെന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇതാണ് അൻവറിന്റെ വാക്കുകൾ. ശ്രീ ജേക്കബ് ജോർജ്, ഇത് സംഭവിച്ചിട്ടുണ്ടാകുമോ? ഇപ്പോൾ KC വേണുഗോപാലിനെ സതീശൻ ഭീഷണിപ്പെടുത്തി, അതുകൊണ്ട് അൻവറുമായി ചർച്ച നടന്നിട്ടില്ലെന്ന്. പക്ഷേ ഇവിടെ കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഒക്കെ ശബ്ദത്തിൽ എതിരഭിപ്രായത്തിന്റെ സൂചനകളുണ്ടോ? സതീശൻ ശരിയാണ്, തുടക്കം മുതൽ തന്നെ അൻവറിന്റെ കാര്യത്തിൽ അല്പം കടുത്ത നിലപാടുള്ള ആൾ തന്നെയായിരുന്നു. അതിനുള്ള കാരണവും ഇത് തന്നെയല്ലേ, ഈ ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കാത്തയാളെ അല്ലെങ്കിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നയാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയല്ലേ സതീശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ മറ്റു നേതാക്കൾ സഹകരിപ്പിക്കണം, ഇത് പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ്. അപ്പോൾ അൻവറും അതിനുവേണ്ടിയാണ് നിലകൊള്ളുന്നത്. പിന്നെ വൈകാരികമായിട്ട് അൻവർ പ്രതികരിച്ചതാകാം, അത് കുഴപ്പമില്ല, മാപ്പാക്കാം എന്ന രീതിയിലാണ് മറ്റു നേതാക്കളുടെ സംസാരം. വൈകിട്ടോടെ ചിലരുടെയൊക്കെ ടോൺ മാറിയിട്ടുണ്ട്. അല്ല മഞ്ജുഷേ, നമുക്കിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിയോഗിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൽ പല അഭിപ്രായങ്ങൾ വരും. പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ചരിത്രം, ഈ ആറന്മുളയിലൊക്കെ ഉണ്ടല്ലോ, എല്ലാ പോസ്റ്റർ എഴുതി മതിലെല്ലാം ചുവരെഴുത്ത് നടത്തിയിട്ട് രായ്ക്ക് രാമാനെ സ്ഥാനാർത്ഥികളെ മാറ്റിയിട്ടുണ്ട്. KP ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥിയായത് എങ്ങനെയാണ്? അതൊക്കെ ഓവർനൈറ്റാണ് തീരുമാനം വരുന്നത് ഹൈക്കമാൻഡിൽ നിന്ന്. അതുപോലെയൊക്കെ വരും. പക്ഷേ ഇതിനെ ഒരു ദേശീയ പാർട്ടിയാണ് കോൺഗ്രസ്. അതിൻ്റെ ഹൈക്കമാൻഡുണ്ട്, സംസ്ഥാന നേതൃത്വമുണ്ട്, ജില്ലാ നേതൃത്വമുണ്ട്. ഈ നേതൃത്വങ്ങളെല്ലാം ആലോചിച്ച് ഐക്യകണ്ഠേന തീരുമാനിച്ച് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് ഷൗക്കത്ത്. ആ ഷൗക്കത്തിനെ തള്ളിപ്പറയുന്ന ഒരാൾ നാളെ കോൺഗ്രസിൻ്റെ മുന്നണിക്കകത്ത്, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കകത്ത് വേണോ വേണ്ടയോ എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം. അത് വി ഡി സതീശനെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയത്തില്ല, നമുക്കൊന്നും മുന്നിലില്ല, രേഖയൊന്നുമില്ല, ഒരു സൂചനയില്ല, ഒരു റിപ്പോർട്ടുമില്ല. പക്ഷേ അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാർട്ടിക്ക് അകത്ത് നടക്കുന്ന ഇൻറ്റേണൽ ചർച്ചയാണ്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും
നമുക്ക് അറിവില്ലാത്ത കാരണം ഇതുപോലെ അൻവറുമായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി കോൺഗ്രസ് നേതാക്കളുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ അൻവറിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും, ചോർത്തി കിട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ടാണല്ലോ അൻവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കതിനകത്ത് കുറ്റം കാണാൻ പറ്റത്തില്ല. കാരണം അത് കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അന്തസ്സിൻ്റെ, അതിൻ്റെ വ്യക്തിത്വത്തിൻ്റെ, അഭിമാനത്തിൻ്റെ ഒക്കെ പ്രശ്നമാണ്. ആ പ്രശ്നം, അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ശരിയാണ് പറഞ്ഞത്, ചെയ്തത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ കൂടി കേൾക്കാം. കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും ഒടുവിൽ നാളെ വൈകിട്ടോട് കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞത്. അതാണ് സതീശൻ പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകൾ. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് അൻവറുമായി ബന്ധപ്പെട്ടാണ്. ഞങ്ങൾക്ക് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ, UDF-ന് കൂട്ടായ ഒരു തീരുമാനം എടുക്കണമല്ലോ. നാളെ വൈകുന്നേരത്തോടു കൂടി ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി ആലോചിച്ച് ഈ വിഷയത്തിൽ UDF-ന്റെ ഒരു തീരുമാനം എടുക്കും. നാളെ വൈകുന്നേരത്തോട് അത് നാളെ വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുമ്പോൾ പിന്നെ എല്ലാ ലീഡേഴ്സിനോടും ഒക്കെ സംസാരിച്ചിട്ട് നമുക്ക് എന്താണ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കണ്ടേ. അതിന് മുമ്പ് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ.